നമ്മളിവിടുത്തെ കുട്ടികൾക്ക് വെറുതെ പോർഷൻസ് കവർ ചെയ്യാന്നുള്ളത് മാത്രമല്ല, ഓരോ കുട്ടിയും നമ്മൾ അത്രയും ശ്രദ്ധിച്ച് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കുട്ടി ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയം മുതൽ ആദ്യത്തെ ഒരാഴ്ചയെന്ന് പറയുന്നത് ഇവരുടെ ഒരു അനാലിസിസ് പീരീഡ് ആയിരിക്കും. നമ്മൾ കൃത്യമായിട്ടുള്ള അസസ്മെൻറ്റും എക്സാംസും കാര്യങ്ങളൊക്കെ നടത്തി ഓരോ സബ്ജക്ട്സിനകത്തുള്ള വീക്കായിട്ടുള്ള ഏരിയാസ് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിനനുസരിച്ചിട്ടായിരിക്കും മുന്നോട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അക്കാഡമിക്സ് മാത്രമല്ല, അതിന് പുറമെയുള്ള കാര്യങ്ങൾ നമ്മൾ നല്ല രീതിക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം അവരുടെ ഉറക്കം, എത്ര നേരം ഇരുന്ന് പഠിക്കുന്നുണ്ട്, ഫോണിനുള്ള ഒരു ഉപയോഗം, ഈവൻ അവരുടെ ഭക്ഷണ രീതി സഹിതം നമ്മൾ മെൻറ്റർ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇതൊന്നും അങ്ങനെ ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഇതൊക്കെ നല്ല രീതിക്ക് പഠനത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പേരൻസുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി റുട്ടീൻ അല്ലെങ്കിൽ ഡെയിലി റുട്ടീൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അപ്പം അത് പ്രോപ്പർലി ട്രാക്കിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സണൽ മെൻറ്റർ എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടായിരിക്കുക. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ക്ലാസ്സിൽ കുട്ടികൾ ഇരിക്കുന്ന സമയത്താണെങ്കിലും അവരുടെ കയ്യിൽ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപകൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് ക്ലിയർ ആയിട്ടുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ ഡൗട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് റിവൈസ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ റിവിഷൻ സെഷൻസും കാര്യങ്ങളൊക്കെ പ്ലാൻ ഔട്ട് ചെയ്യുന്നത്. പിന്നെ കുട്ടികൾ തന്നെയാണ് സ്വന്തമായിട്ട് നോട്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു നോട്ട് അധ്യാപനം നോക്കുന്ന സമയത്ത് തന്നെ കാര്യങ്ങൾ എങ്ങനെയാണ് കുട്ടികൾ ഗ്രാസ്പ് ചെയ്തതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിന് സപ്പോർട്ടീവായിട്ട് നമ്മളൊരു സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു അധ്യാപകൻ്റെ കീഴിൽ കുറച്ച് സമയം ഇവിടെ വന്നിരുന്ന് പഠിച്ചതുകൊണ്ട് മാത്രം നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഒരു ടോപ്പ് ലെവലിൽ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠന രീതിയിലൂടെ വേണം കുട്ടികൾ വരാനായിട്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠനത്തോടൊപ്പം കൈകാര്യം ചെയ്യുന്നത്.